ഇപ്പോഴിതാ BMC ഇലക്ഷനിൽ BJP വമ്പിച്ച വിജയത്തിലേക്ക് കടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശിവസേന, അതായത് ഉദ്ധവ് വിഭാഗത്തിനെ അടക്കം കടപുഴക്കിക്കൊണ്ടാണ് BJPയുടെ വമ്പൻ തേരോട്ടം BMC ഇലക്ഷനിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ വലിയ ശക്തിയായി BJP ഉയർന്നു വരുന്നു എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ 2869 വാർഡുകളിൽ 934 വാർഡുകളിൽ BJP അജയ്യമായിട്ടുള്ള തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും 109ലും UBT അഥവാ ശിവസേന ഉദ്ധവ് വിഭാഗം 103 സീറ്റുകളിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകൾ നമ്മൾ ലഭിക്കുമ്പോൾ നാഗ്പൂർ കോർപ്പറേഷനിലടക്കം, അതായത് BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത കോർപ്പറേഷനുകളിലടക്കം വമ്പിച്ച മുന്നേറ്റമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. കാരണം എന്ന് പറയുന്നത് ശിവസേന മണ്ണാണ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ശിവസേനയുടെ മണ്ണിൽ BJP നടത്തുന്ന ഏതൊരു മുന്നേറ്റവും ചരിത്രത്തിന്റെ താളുകളിൽ എഴുതേണ്ട മുന്നേറ്റമാണ്. BJPയുടെ ഈ മുന്നേറ്റത്തെ ശിവസേന ഭയത്തോടുകൂടി കാണണം. കാരണം BJP അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടിയായി വളർന്നു വരുന്നു. അതും മറാഠി മണ്ണിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 1985 മുതൽ ശിവസേന 2.5 പതിറ്റാണ്ട് ഭരിച്ച ആ ഒരു ശിവസേനയുടെ തട്ടകത്തിലാണ് BJPക്ക് കയറാൻ പറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് കൂടാതെ BJP ഉയർന്നു വരുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. BJP എഴുതിത്തള്ളാൻ കഴിയാത്ത പാർട്ടിയായി അവിടെ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴിതാ BJP ഡിസ്മാൻഡിൽസ് പവാർ ഫാമിലി ബാസ്റ്റിയൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. BJP crosses the majority mark in Pune and Pimpri Chinwad despite Sharad Pawar and Ajit Pawar fighting together. Sharad Pawarum Ajit Pawarum ഒരുമിച്ച് നിന്ന് പയറ്റിയിട്ട് പോലും BJPയെ തടയാനായി കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് മാത്രമല്ല, BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള മാൻഖുർദിലും മുംബൈയിലടക്കം BJP വലിയ രീതിയിലുള്ള വിക്ടറി, അതായത് വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിരിക്കുന്നു. നവനാഥ് ഭംഗ് ആണ് അവിടെ BJPയെ വിജയിപ്പിച്ച് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുംബൈ, നാഗ്പൂർ, പൂനെ, നാസിക്, താനെ, പിംപ്രി ചിൻവാഡ്, അൽഹിയ നഗർ, അഖോല, നവി മുംബൈ, ഭിവാനി, സംഭാജി നഗർ, സോലാപൂർ, പൻവേൽ, ലാത്തൂർ, ധൂലെ, കല്യാൺ, ഇച്ചാൽ കറാഞ്ചി എന്നിങ്ങനെയുള്ള സകല സ്ഥലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇതാ എക്സിറ്റ് പോളുകളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.